കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയുമായാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നീട് 10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നീട് ഇതിനകത്തേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ആ കളർ ഒന്ന് മാറുന്ന സമയം വരെ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, മല്ലിപ്പൊടി അധികം ആവശ്യമില്ല. പിന്നീട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി ചേർത്താൽ മതി. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 600 ഗ്രാം ചിക്കൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരും പിന്നീട് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് സമയം ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തതിന് ശേഷം ഇത് കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് സമയത്തോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഞാനിത് ഇടയ്ക്ക് 2-3 തവണ ഒന്ന് തുറന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2-3 മിനിറ്റ് സമയം കഴിയുന്ന സമയത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇളക്കിയിട്ടതിന് ശേഷം ഞാനിത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ റോസ്റ്റിന് അധികം എരിവ് വേണ്ട എന്നുള്ളവർക്ക് അവസാനം ചേർക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് കൂടുതൽ എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.